ഒരു ദിവസം ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻചാർജ് ഉള്ളൊരു സമയം ഞാൻ ഇങ്ങനെ സ്കൂൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തു നിൽക്കുന്നു. ആ കുട്ടി ആ സ്കൂളിലെ എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. ആ ക്യാമ്പസിലും അടുത്ത ക്യാമ്പസിലും ഏത് പ്രധാന പ്രശ്നങ്ങളോ കലഹങ്ങളോ നടന്നാൽ അതിന്റെ കീ പൊസിഷനിൽ ഈ ആളുണ്ടാകും. ഇവൻ പുറത്തു നിർത്തിയപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അദ്ദേഹത്തോട് ഞാൻ കുട്ടിയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു കാരണം സാധാരണ പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു അകത്തിരുത്താൻ വല്ല വഴിയുണ്ടോ? എന്നോട് പറഞ്ഞു നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ കഷ്ടപ്പെടണം. രണ്ടാമത് അടുത്ത എന്റെ ചോദ്യം, ഞാൻ ഇടപെട്ട് ക്ലാസ്സിൽ ഇരുത്തിയാൽ അതൊരു പ്രയാസാവോ? അതില്ല, സന്തോഷമാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്നൊന്ന് ഉള്ളിൽ ഇരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു. അദ്ദേഹം ക്ലാസ്സിൽ ഇരുത്തി. പക്ഷെ തൊട്ടടുത്ത ദിവസവും 2 ദിവസം തുടർച്ചയായി സാധാരണ എനിക്ക് റൗണ്ട് ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ യാദൃശികമായി റൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അടുത്ത ദിവസവും ഇതേ ക്ലാസ്സിൽ ഈ കുട്ടി പുറത്ത് തന്നെ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് വളരെ നോർമലായി ചോദിച്ചു, ഇന്നലെ നിനക്ക് ഞാനൊരു ഹെൽപ്പ് ചെയ്തു, ഇന്ന് നീ എനിക്കതിന് പ്രതിഫലവും തന്നൂലേ? ഞാൻ എന്റെ ക്യാബിനിലെത്തിയപ്പോ കക്ഷി പുറത്ത് ബെല്ലടിച്ചപ്പോ ആളുള്ളിൽ വന്നു. ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമായിരുന്നു. ആ സ്കൂളിലെ ആർക്കും അത് അത്ഭുതം തന്നെയാണ്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ നോവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്റെ പിതാവ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു മദ്യപാനിയാണ്. ഞാൻ രാവിലെ സ്കൂളിൽ എത്തണമെങ്കിൽ എന്റെ മാതാവിന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഒക്കെ കൂടെ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്ക് ലൈൻ ബസ് എനിക്ക് മിസ്സാകും. പിന്നെ ഞാൻ പലരുടെയും ഔദാര്യത്തിലാണ് സ്കൂളിൽ എത്തുന്നത്. ഈ അധ്യാപകരുടെയൊക്കെ ഈ ആട്ടും തുപ്പും അത് സാരമില്ല ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും പ്രതിയായി പിടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ 1-2 സെക്കൻഡുകൾ അദ്ദേഹം നിശബ്ദമായതിനു ശേഷം എന്നോട് ചോദിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കുവോ? ഞാൻ പറഞ്ഞു കേൾക്കാം. ഓരോ പ്രശ്നവും എടുത്ത് അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം നിരപരാധിയാണ് എന്നത് സത്യമായിരുന്നു. പലയിടത്തും പ്രതിയായത് മറ്റു പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് പലയിടത്തും പ്രതിയാകുന്നത്. 40% പ്രതിയായത് അധ്യാപകരുടെ മുൻധാരണയും അധ്യാപകരുടെ പലപ്പോഴുള്ള വ്യക്തിവിരോധവും. ഞാൻ ആ വിദ്യാർത്ഥിയോട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിനക്ക് ഏത് സമയവും എന്നെ സമീപിക്കാം. ഈ ഓഫർ മാത്രമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയത്. പക്ഷെ എനിക്ക് കിട്ടിയ നേട്ടം, ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും 6 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പ്രശ്നങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിച്ച് ആ ക്യാമ്പസിനെ ഒരു ഭംഗിയുള്ള അടക്കവും ഒതുക്കവുമുള്ള ക്യാമ്പസ് ആക്കാൻ എനിക്ക് സാധിച്ചു. ഈ ഒറ്റ വ്യക്തി കാരണം. അദ്ദേഹം ഇന്ന് സൗദി അറേബ്യയിലെ അറിയപ്പെട്ട ഒരു എഞ്ചിനീയറാണ്.